പുത്തൻവേലിക്കര റെസിഡൻസ് സമിതിയുടെ ദ്വൈവാർഷികം മിൽമ ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ഉദ്ഘാടനം ചെയ്തു. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ 14ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് ബോഡിയായ റെസിഡൻസ് സമിതിയുടെ ദ്വൈവാർഷികം പുത്തൻവേലിക്കര മിൽമ ഹാളിൽ നടന്നു. പുത്തൻവേലിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കുട്ടികൾ മോശമായിട്ട് പോകുന്നത് നമ്മളുടെ പഞ്ചായത്തിലാണ്. അത് നമ്മൾ അറിയാതെ പോകരുത്. അവരെ വെച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ആ കൗൺസിലിങ്ങിൽ ആ മേഡം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളുടെ മോശമായ ജീവിതമാണ് അവരെ ഈ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾ മാതൃകപരമായിട്ട് ജീവിതം ജീവിച്ചു പോകുമ്പോഴും അതിൽ കുറേയധികം പേര് നല്ലവരായിട്ട് ജീവിക്കുന്നു. എന്നാൽ മക്കൾക്ക് മറ്റു അവരുടെ ജീവിതം മക്കൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ മക്കളും മോശമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. ഒരിക്കലും ഒരു കുട്ടിയും മോശക്കാരനായിട്ടല്ല ജനിക്കുന്നത്. നമ്മളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് ആ കുട്ടി മോശമായി പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ മക്കളിലേക്ക് അല്ലെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം റെസിഡൻസ് സമിതി പ്രസിഡന്റ് PJ തോമസ് അധ്യക്ഷത വഹിച്ചു. നമ്മൾ എന്നാണോ ആവശ്യപ്പെട്ടതെല്ലാം പഞ്ചായത്ത് നടപ്പിലാക്കി എന്നുള്ള ഒരു കൃതജ്ഞതയോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ആദ്യകാല റെസിഡൻസിൻ്റെ സമിതിയുടെ അപ്പെക്സ് ബോഡി രൂപീകരിക്കുന്നതിന് മുമ്പ് അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകുകയും അത് പഞ്ചായത്തിലെ ആശുപത്രി കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നുള്ളൊരു ആവശ്യം, അതേപോലെ തന്നെ ഫാസ് ഓഡിറ്റോറിയത്തിൻ്റെ ഒരാവശ്യം, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പുത്തൻവേലിക്കര പഞ്ചായത്ത് അതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുള്ള 3 ആവശ്യങ്ങളുടെ മുൻവെളിച്ചത്തിലാണ് കക്ഷി രാഷ്ട്രീയം അതീതമായി അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രൂപരേഖ സംഘടന ശക്തിയായി മാറിക്കൊണ്ട് റെസിഡൻസ് സമിതിയുടെ രൂപം ആദ്യം ഉത്ഭവിക്കുന്നത്. നമുക്ക് നാളിതുവരെ കോവിഡ് കാലത്തൊക്കെ പുത്തൻവേലിക്കര പഞ്ചായത്ത് റെസിഡൻസും പോലീസും കൂട്ടിച്ചേർന്ന് അതിൻ്റെ വാക്കിങ്ങനെയാണ് പുത്തൻവേലിക്കര റെസിഡൻസ് പോലീസും കുട്ടികളും എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി നമ്മളൊരു സംവിധാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ കോവിഡ് കാലത്തും നമ്മൾ വളരെയധികം കാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. PS ബൈജു സ്വാഗതം പറഞ്ഞു. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട 3 മെഡിക്കൽ ക്യാമ്പുകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ മെഡിക്കൽ ക്യാമ്പുകളായിരുന്നു അത്. ഏതൊരു സംഘടനയും നടത്താറുള്ളത് പോലെ ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പല്ല നമ്മൾ ഈ 3 മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. സമിതി സെക്രട്ടറി PN പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MA തോമസ് ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുത്തൻവേലിക്കരയുടെ പ്രിയ എഴുത്തുകാരി മായ നടേശനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. വാർഡ് മെമ്പർ VR ശ്രീജിത്ത്, സമിതി ഭാരവാഹികളായ PV ഗോപകുമാർ, PB സുരേഷ്, ഐബിൻ ജോയ്, VS ജോഷി, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു.